നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇംഗ്ലീഷ് മാസം ഓരോ മാസത്തിലും ജനിച്ചവരുടെ പ്രത്യേക വിശേഷ സ്വഭാവങ്ങളെ പറഞ്ഞു വരികയായിരുന്നു. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ളവരുടെ ഫലങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മെയ് മാസത്തിൽ ജനിച്ചവരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. സ്വഭാവത്തിൽ ഏറ്റവും അധികം വൈരുദ്ധ്യങ്ങൾ പ്രകടമാക്കുന്ന മാസക്കാരാണ് മെയ് മാസത്തിൽ ജനിച്ചവർ. ഇവർ ക്ഷമയും അധ്വാനശീലവും ഉള്ളവരാണ്. ഇവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിവ് കുറവായിരിക്കും. അനീതിക്ക് മുന്നിൽ ഇവർ എല്ലായ്പ്പോഴും പൊട്ടിത്തെറിക്കുന്നവരാണ്. ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് ഇവർ ഒരിക്കലും പിന്മാറുകയില്ല. സ്നേഹത്താലും പ്രേമത്താലും ഇവരെ പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കും. ശാരീരികവും മാനസികവുമായിട്ടുള്ള സഹനശക്തി ഇവർക്ക് കൂടുതൽ ഉണ്ടാകും. ഏത് ക്ലേശവും എത്ര നാളും സഹിക്കാനുള്ള ത്രാണി ഇവരിൽ ഉണ്ടാകും. ഇവർ സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. രുചികരമായിട്ടുള്ള ഭക്ഷണവും ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല പാചകക്കാരുമായിരിക്കും. ഇവർക്ക് പൊതുവെ കലാവാസനയും ഉണ്ടാകും. ഇവർ പൊതുവെ വീട് ഭംഗിയായി അലങ്കരിക്കുന്നവരാണ്. വികാരങ്ങളും ധാരണകളുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ശത്രുവിനോട് ഇവർ അതിശക്തമായി പോരാടും. സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇടപഴകുന്ന സ്വഭാവക്കാരാണ്. പെട്ടെന്നുള്ള പ്രേമമോ വിവാഹമോ ഒക്കെ ഇവരിൽ പലർക്കും പരാജയമായി കണ്ടിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ വിവാഹിതരാകുകയാണ് ഇവരുടെ ഒരു പതിവ്. ഇവർ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും അതിൽ നേതൃസ്ഥാനത്ത് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അനുയായികളുടെ സ്നേഹ ബഹുമാനങ്ങൾ ഇവർ ആർജിക്കുന്നതാണ്. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളതും വിശ്വസ്തരുമായിട്ടുള്ള സുഹൃത്തുക്കളുമാണ് ഇവർ. ഏത് ഉദ്യോഗ തലത്തിലിരുന്നാലും പ്രശംസനീയമായിട്ടുള്ള സേവനം ഇവർ നടത്താറുണ്ട്. ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ പൊതുവെ മെച്ചമായിട്ടുള്ള സാമ്പത്തിക നില കൈവരിക്കാൻ സാധ്യതയുള്ളവരാണ് ഇവർ. വിവാഹബന്ധം മൂലവും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. പണമുണ്ടാക്കാനും സമ്പന്നനാകാനുമുള്ള താല്പര്യം ഇവരിൽ ജന്മനാ ഉണ്ടാകും. സ്ത്രീകൾ പൊതുവെ നല്ല നിലയിൽ വിവാഹം ചെയ്യാറുണ്ടെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഇവർക്ക് കലാവാസനയുണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ വ്യവസായ താല്പര്യങ്ങളും സംഘടനാ പാഠവും ഒക്കെ ഇവരിൽ ഉണ്ടാകും. ഇനി നമുക്ക് മെയ് മാസം ജനിച്ചവരുടെ ആരോഗ്യ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആഹാര കാര്യത്തിൽ ഇവർ കർശനമായിട്ടുള്ള നിയന്ത്രണം പാലിക്കുന്നവരാണ്. ഉദര സംബന്ധമായി ചില വൈഷമ്യങ്ങൾ ഇവർ നേരിടാറുണ്ട്. അതോടൊപ്പം തന്നെ കണ്ഠം, കിഡ്നി എന്നീ അവയവങ്ങൾക്ക് രോഗം ബാധിക്കാതെ ഇവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. കൂടാതെ ശ്വാസനാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവരുടെ വിവാഹബന്ധവും സൗഹൃദവും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ആഗസ്റ്റ് 21 മുതൽ 27 വരെയും ഡിസംബർ 21 മുതൽ ജനുവരി 19 വരെയും ഒക്ടോബർ 23 മുതൽ നവംബർ 22 വരെയും ഉള്ള കാലഘട്ടങ്ങളിൽ ജനിച്ചവരുമായി സൗഹൃദവും വിവാഹബന്ധവും ഒക്കെ ഇവർക്ക് ഗുണപ്രദമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് തുടർന്ന് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.